ഹലോ ഗൈസ്, സ്ക്രീൻ ട്രാവലറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ യാത്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ വയനാട് ജില്ലയിലെ കുറുമ്പാലക്കോട്ടയിലേക്കാണ്. വയനാട് ജില്ലയിലെ പ്രശസ്ത ഒരു മലനിര പ്രദേശമാണ് കുറുമ്പാലക്കോട്ട. കൽപ്പറ്റയിൽ നിന്നും ഏകദേശം 20 കിലോമീറ്റർ അപ്പുറത്താണ് ഈ കുറുമ്പാലക്കോട്ട എന്ന മലനിര സ്ഥിതി ചെയ്യുന്നത്. സൺറൈസ് കാണാനായിട്ടാണ് ഏറ്റവും കൂടുതൽ ആളുകൾ കുറുമ്പാലക്കോട്ടയിലേക്ക് എത്തുന്നത്. ഞങ്ങളുടെ ഉദ്ദേശവും അതുതന്നെയായിരുന്നു. പക്ഷേ ഞങ്ങൾ വയനാട് ചുരമൊക്കെ കയറി ഒന്ന് മുകളിലെത്തിയപ്പോൾ സൺറൈസൊക്കെ ഏകദേശം തീരുമാനത്തിലായി കഴിഞ്ഞിരുന്നു. എന്തായാലും കുറുമ്പാലക്കോട്ടയിൽ നല്ല ട്രക്കിംഗ് ആണെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ നേരെ കുറുമ്പാലക്കോട്ടയിലോട്ട് തന്നെ വണ്ടിയെടുത്തു. അങ്ങനെ കുറച്ച് ദൂരം സഞ്ചരിച്ച് കഴിഞ്ഞപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള ഒരു ചെറിയൊരു കട ഞങ്ങൾ കണ്ടെത്തി. അച്ചൂസ് മെസ് എന്നായിരുന്നു കടയുടെ പേര്. ഞങ്ങളവിടെ കയറി ചെന്നത് രാവിലെ തന്നെ ആയതുകൊണ്ട് അവർ ഫുഡൊക്കെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പൊറോട്ടയും പൂരിയൊക്കെ ആയിരുന്നു അവിടെ അവർ കുക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഞങ്ങൾക്ക് അധികം സമയമില്ലാഞ്ഞുകൊണ്ട് ഞങ്ങൾ ചെറിയ ചെറിയ കടികൾ, നെയ്യപ്പം അങ്ങനെയൊക്കെ കഴിച്ചുകൊണ്ട് ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ അവിടെ നിന്ന് നേരെ കുറുമ്പാലക്കോട്ടയിലുള്ള യാത്ര വീണ്ടും തുടങ്ങി. അങ്ങനെ ഞങ്ങൾ കുറുമ്പാലക്കോട്ട നമ്മുടെ ജീപ്പ് സഫാരിയൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന നമ്മുടെ പാർക്കിംഗ് ഉള്ള സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ഞങ്ങൾ ട്രാവലറിനായിരുന്നു വന്നത്. ഞങ്ങളുടെ കൂടെ ഒരു 18 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ഞങ്ങളിലൊരു 9 പേർ അടക്കം വണ്ടിയിലും ഒരു 9 പേർ കാൽനടയിലുമായിട്ട് ട്രക്കിംഗ് ആരംഭിക്കാമെന്ന് വിചാരിച്ചു. ആദ്യമായിട്ട് വന്നത് തന്നെ എന്തൊക്കെയാണ് ഇതിനകത്ത് നടക്കാൻ പോകുന്നത് അറിയില്ലായിരുന്നു. എങ്ങനത്തെ ട്രക്കിംഗ് ആണെന്നും അറിയാൻ പാടില്ലായിരുന്നു. ഞങ്ങൾ കുറച്ച് പേർ നടക്കുകയുണ്ടായി. ബാക്കി എല്ലാവരും ജീപ്പ് കയറി മുന്നേ തന്നെ മേലോട്ട് പോയിരുന്നു. അങ്ങനെ നമ്മൾ ചെന്നെത്തിയത് ഒരു കോൺക്രീറ്റ് ഇട്ട വഴിയിലൂടെയായിരുന്നു. ട്രക്കിംഗ് എന്ന് ഉദ്ദേശിച്ചപ്പോൾ ഞങ്ങൾ വിചാരിച്ചു പാറക്കല്ലും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ അവിടുത്തെ ഗ്രാമവാസികളാണ് പറഞ്ഞത് നേരത്തെ ഇത് അങ്ങനത്തെ വഴികളായിരുന്നു. ഇപ്പോൾ വണ്ടി കയറാനും കാപ്പി കൃഷിയൊക്കെ ഉണ്ട് മേളിൽ. അപ്പോൾ അവരുടെ സാധനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എത്തിക്കാനൊക്കെ വേണ്ടി നമുക്ക് അതിന് യാത്രയ്ക്ക് അനുയോജ്യമായി കോൺക്രീറ്റ് ചെയ്താണെന്നാണ് അവർ പറഞ്ഞപ്പെട്ടത്. അങ്ങനെ ഈ വഴിയിലൂടെ നടന്നപ്പോൾ നമുക്ക് കൂട്ടത്തിലേക്ക് ഒരു നായക്കുട്ടിയെ കൂടി കിട്ടി. അത് നമ്മുടെ ഫ്രണ്ടിലും ബാക്കിലൊക്കെ നമ്മുടെ കൂടെ തന്നെ ഒപ്പം ഉണ്ടായിരുന്നു. കുറച്ചും കൂടി സഞ്ചരിച്ചപ്പോൾ ചേട്ടനെ ഞങ്ങൾ കണ്ട. പുള്ളിയാൾ പറഞ്ഞത് ഇങ്ങനെ പോകുന്നതിനും നല്ലത് ഇതിന് ക്രോസായിട്ട് പാറക്കല്ലുകൾക്കിടയിലൂടെ ട്രക്കിംഗ് ചെയ്യണ പോലെ പോകാമെന്ന്. അപ്പോൾ കുറച്ചും കൂടി പെട്ടെന്ന് മുകളിലോട്ട് എത്തുമെന്ന് പറഞ്ഞ് ഞങ്ങൾ പിന്നെ ആ വഴി ട്രൈ ചെയ്യുകയുണ്ടായി. നായക്കുട്ടിനെ നമ്മുടെ ഒപ്പം നടന്നിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. നമ്മുടെ കൂടെ തന്നെ അത് മുകളിൽ വരെയും ഉണ്ടായിരുന്നു. നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഫുഡ് കിട്ടുമെന്ന് വിചാരിച്ചാണ്, എന്താണെന്ന് അറിയില്ല. നമ്മുടെ കൂടെ തന്നെ ഫുള്ളും മേള് വരെ ഉണ്ടായിരുന്നു നായക്കുട്ടി. എവിടെ ഇതുപോലെ കുറേ കാപ്പിത്തോട്ടങ്ങളുണ്ട്. കാപ്പിത്തോട്ടങ്ങളും കാപ്പിക്കുരുകളൊക്കെ അവിടെ ഉണക്കാനൊക്കെ ഇട്ടിരിക്കുന്ന കുറേ കാണാമായിരുന്നു നമുക്ക്. അങ്ങനെ നമ്മൾ കുറുമ്പാലക്കോട്ടയുടെ മലയുടെ ഏറ്റവും മുകളിലെത്തി. നമ്മളവിടെ ചെന്നപ്പോൾ അത്യാവശ്യം നല്ല വെയിലൊക്കെ ആയി തുടങ്ങിയിരുന്നു. 2-3 കടകളും ഉണ്ടായിരുന്നു. അവിടുന്ന് ചായ, ന്യൂഡിൽസ്, ബ്രെഡ് അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ കഴിക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. നമ്മൾ വിചാരിച്ച പോലെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ സൺറൈസൊക്കെ കഴിഞ്ഞു. സൂര്യനെ അങ്ങോട്ട് വെയിൽ കൊണ്ട് നോക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ എത്തിയിരുന്നു.
ഇതാണ് കുറുമ്പാലക്കോട്ടയുടെ മുകളിലെത്തിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന വിഷ്വൽസ്. സാധാരണയായി ഇവിടെ വന്നു കഴിഞ്ഞാൽ ക്ലൗഡ് ബെഡൊക്കെ അടിച്ച് കിടക്കുന്നത് കാണാൻ പറ്റുമെന്നാണ് പറയുന്നത്. നമ്മൾ വീഡിയോയിലൊക്കെ കണ്ടിട്ട് അതിങ്ങനെ കിട്ടുമെന്ന് വിചാരിച്ചാണ് വന്നത്. പക്ഷെ നമുക്ക് ഭാഗ്യമില്ലാത്തതിനാൽ അതൊന്നും കാണാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങൾ അധികം വെയിലായതുകൊണ്ട് അധികം നേരം അവിടെ നിന്നില്ല. തിരിച്ച് നടക്കാനും വയ്യാത്തത് കൊണ്ട് ഒരു ജീപ്പ് അവിടെ നിന്ന് വിളിക്കുകയുണ്ടായിരുന്നു. ജീപ്പിന് ഇവിടെ നിന്ന് അവിടം വരെ ഏകദേശം 1000-1200 ആ റേറ്റൊക്കെയാണ് അവർ വാങ്ങിക്കുന്നത്. ഞങ്ങളൊക്കെ സ്ഥിരം ട്രക്കിങ് ചെയ്യാത്ത ആൾക്കാരായതുകൊണ്ട് തന്നെ അങ്ങോട്ടുള്ള യാത്രയിൽ നടന്നു കയറിക്കൊണ്ട് തിരിച്ച് ജീപ്പിന് വരാതെ വേറെ വഴിയുണ്ടായിരുന്നില്ല. അത്യാവശ്യം ചെറിയ ഒരു ഓഫ് റോഡ് പോലെ നമുക്ക് ജീപ്പിനൊക്കെ അടിയിലോട്ട് വരാം. പിന്നെ ഞങ്ങൾക്ക് ഈ അടിയിലെത്തിയിട്ട് നേരെ മുത്തങ്ങ ഫോറസ്റ്റിലോട്ട് പോകാനുണ്ടായതുകൊണ്ട് നമ്മളധികം താമസിപ്പിച്ചില്ല. നേരെ പെട്ടെന്ന് മുത്തങ്ങ ഫോറസ്റ്റിൻ്റെ റൂട്ടിലോട്ട് പോവുകയുണ്ടായി. അങ്ങനെ ഏകദേശം ഉച്ചയൂണൊക്കെ കഴിഞ്ഞ് ഞങ്ങളൊരു 3 മണിയൊക്കെ കയറായപ്പോൾ മുത്തങ്ങ ഫോറസ്റ്റിലോട്ട് കയറുകയുണ്ടായി. മുത്തങ്ങ ഫോറസ്റ്റിൻ്റെ അടുത്തെത്തി കഴിഞ്ഞപ്പോൾ അവിടെ ഭയങ്കര ക്രൗഡ് കണ്ടിട്ട് നമ്മൾ സഫാരി ഒന്നും എടുക്കാൻ നിന്നില്ല. അത്യാവശ്യം നല്ല രീതിയിലുള്ള തിരക്കുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഒന്ന് ബന്ദിപ്പൂർ ഫോറസ്റ്റിൻ്റെ എൻട്രി വരെ പോകാമെന്ന് വിചാരിച്ച് മുത്തങ്ങ സഫാരിയിൽ അവിടെ നിന്ന് നേരെ ഫോറസ്റ്റ് റൂട്ടിലോട്ട് കയറുകയുണ്ടായി. വേനലൊക്കെ തുടങ്ങാറായതുകൊണ്ട് തന്നെ അത്യാവശ്യം പച്ചപ്പൊക്കെ മാറി ചെറിയ ഉണങ്ങിയ മരങ്ങളൊക്കെ ആയി തുടങ്ങിയിരുന്നു. മൃഗങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടുമെന്ന് വിചാരിച്ച് നമ്മൾ ഫ്രണ്ടോട്ട് ചെന്നപ്പോൾ നമുക്ക് ആദ്യം തന്നെ റോട്ടിൽ നമുക്ക് കുറച്ച് ആനക്കൂട്ടത്തെ കാണാൻ പറ്റി. ആനക്കൂട്ടം കഴിഞ്ഞ് വീണ്ടും ഫ്രണ്ടോട്ട് പോയി കഴിഞ്ഞപ്പോൾ കുറച്ച് കുരങ്ങന്മാരെയും മാനുകളൊക്കെ ആയിട്ട് റോഡ് സൈഡിൽ തന്നെ പിന്നെയും കാണുകയുണ്ടായി. അത് കഴിഞ്ഞ് വണ്ടിയെടുത്ത് ഫ്രണ്ടിലോട്ട് എടുത്തപ്പോൾ തന്നെ വീണ്ടും ഒരു കൂട്ടം ആനകളെ നമ്മൾക്ക് വീണ്ടും കാണുകയുണ്ടായി. വേനൽ സമയമായതുകൊണ്ടാണെന്ന് തോന്നുന്നു എല്ലാ മൃഗങ്ങളും റോഡ് സൈഡിലായിട്ട് വന്ന് നിൽപ്പുണ്ടായിരുന്നു. ഈ കാണുന്നത് ഒരു തള്ളാനയും 2 കുട്ടിയാനകളുമായിരുന്നു. ഇങ്ങനത്തെ ഒരു കാഴ്ചയായതുകൊണ്ട് തന്നെ റോട്ടിലേക്ക് നിന്ന് വെച്ചാൽ കാറുകളും എല്ലാവരും അവിടെ തന്നെ നിർത്തിയിട്ട് ആനയെ നോക്കുകയും വീഡിയോ എടുക്കുകയും കൊണ്ടിരിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ അവിടെ ബ്ലോക്ക് ആയതുകൊണ്ട് ഞങ്ങൾ അധികം നേരം അവിടെ വണ്ടി നിർത്തിയില്ല. ഞങ്ങളങ്ങനെ മുത്തങ്ങ വഴി ബന്ദിപ്പൂർ പോയിട്ട് തിരിച്ചു വരുന്ന വഴി പോലീസ് പിടിച്ചിട്ടേക്കുന്ന ഒരു കാറാണ് കണ്ടത്. അവിടെ അവർ ഇറങ്ങി നിൽക്കുകയോ വീഡിയോ എടുക്കുകയോ എന്തോ ചെയ്യുന്നതിന് അവർ ഫൈൻ അടപ്പിക്കാൻ വേണ്ടി ഫോറസ്റ്റുകാർ പിടിച്ചിട്ടേക്കണായിരുന്നു കണ്ടത്. അങ്ങനെ നമ്മുടെ വയനാട് വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. വീഡിയോ കണ്ട് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ.